നമുക്കേ ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മാത്രം പോരല്ലോ, നമുക്കതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയും കൂടെ കാണണ്ടേ. അപ്പം നമുക്കത് കാണാം. ആദ്യം തന്നെ നമ്മൾ ബ്ലൗസിന്റെ പുറഭാഗമാണ് തയ്ക്കുന്നത്. പുറംഭാഗത്തെ ഈ പടി പിടിപ്പിക്കുവാണ്. ഈ നീളത്തിലുള്ള പടി ബ്ലൗസിന്റെ പുറം ഭാഗത്തെ അടിയിലായിട്ട് പിടിപ്പിക്കും. നമ്മളിപ്പോ തന്നെ ഈ പടി പിടിപ്പിച്ചേ, ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു തയ്യലൂടെ തയ്ക്കാം. അപ്പൊ തന്നെ ഇതിന്റെ പുറയിലത്തെ പടി പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ കട്ടിങ് ബ്ലൗസിന്റെ അടിയിലത്തെ കട്ടിങ് തയ്ക്കാൻ പോവാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ തയ്ച്ചേ. ഇനി അടുത്ത എടുക്കും. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് 3 തയ്യലാണ്. 1, 2, 3 തയ്യൽ. ഇങ്ങനെ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വര ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് തയ്ച്ചേ. ഇനി നമുക്ക് ഇതെടുത്ത് ഇതെ പിടിപ്പിക്കാം. അപ്പൊ വേണ്ട ഈ രണ്ടിടവും തയ്ച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഓരോ പടികൾ പിടിപ്പിക്കാം. ഇടതുവശത്തും വലതുവശത്തും. ഇത് വലതുവശത്തുള്ള പടിയും ഇത് ഇടതുവശത്തുള്ള പടിയുമാണ്. നമുക്ക് പിടിപ്പിച്ചുകൊണ്ട് വരാം. ഈ പടികൾ നമ്മൾ പിടിപ്പിക്കുവാണ്. ഇത് വലതുവശത്തെ പടിയാണ്. ഇത് രണ്ടായിട്ട് ഇത് ഒരു മടക്കുണ്ട്, മടക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് ഈ ഹുക്സ് കയറ്റാനുള്ള ഹോൾ വരിയത്തില്ലേ, അതിനുള്ളതാണ് ഈ പടി. ഇത് ഇടതുവശത്താണ് ഈ പടി വരുന്നത്. വേണ്ട നമ്മൾ പടികൾ പിടിപ്പിച്ച് കഴിഞ്ഞ് 5 ഹുക്സിനുള്ള ഇതിട്ടു. ഇതെല്ലാം നമ്മൾ ഹുക്സ് പിടിപ്പിക്കണ്ടായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുറം പീസ് എടുക്കണം. പുറം പീസ് എടുത്തിട്ട് ആ പുറം പീസിന്റെ ഷോൾഡറിലോട്ട് ഇതിന്റെ ഷോൾഡറുകളും പിടിപ്പിക്കുക. ഇതാണ് നമ്മുടെ പുറം പീസ്. ഇതിലോട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ പീസ് എടുക്കുക. ആദ്യം നമ്മൾ ഇടതുവശത്തെ പീസ് എടുക്കുക. അത് ഈ ഷോൾഡറിലോട്ട് പിടിപ്പിക്കുക. ഇവിടെ വരുമ്പോൾ ശകലം പൊക്കി വിടണേ, ഈ തുമ്പ് മാത്രം. ഇനി നമ്മുടെ വലതുവശത്തെ പീസ് എടുക്കുക. അത് ഇതിലോട്ട് പിടിപ്പിക്കുക. അത്രയും കഴിഞ്ഞ് ഷോൾഡർ പിടിപ്പിച്ചേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും കൈകൾ പിടിപ്പിക്കുക. നമുക്കിനി ഞാൻ കൈ പിടിപ്പിച്ചുകൊണ്ട് വരാം. നമ്മൾ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ടോ, ഈ മടക്കി തയ്ക്കാനുള്ളത്. ഇത് മടക്കി വെക്കണം, നല്ലതുപോലെ മടക്കി വെക്കണേ. എന്നിട്ട് വേണം പിടിപ്പിക്കാൻ. അപ്പൊ തന്നെ നമ്മൾ 2 കൈകളും പിടിപ്പിച്ചേ. 2 കൈകളും പിടിപ്പിച്ച് ഇനി നമ്മൾ സൈഡുകൾ കൂട്ടിയടിക്കുവാണ്. നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ ആദ്യം അടിക്കണം. പിന്നെ നമ്മൾ അളവിന് തന്ന ബ്ലൗസിന്റെ വണ്ണം കണക്കാക്കി പിന്നെ അടിക്കണം. ആദ്യം ഓരോ തയ്യൽ തയ്ച്ചിട്ട് ഞാൻ വരാം. നമ്മൾ ഈ മുന്നത്തെ പീസും പുറകിലത്തെ പീസും കൂടെ കൂട്ടി വെച്ചും കൊണ്ട് സൈഡ് അടിക്കുവാണ്. ആദ്യം 1 ഇഞ്ച് അകലത്തിൽ നമ്മളിങ്ങനെ അടിച്ചു പോവുക. നമ്മളെ അടിയിൽ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരുമ്പോഴേ മോളി വരുമ്പോൾ നമുക്ക് കൈവണ്ണം എത്രയാണെന്ന് അടയാളപ്പെടുത്തണം. കൈവണ്ണം ഇപ്പോൾ 6 ആണെങ്കിൽ 6ന്റെ അവിടെ ഒരു പോയിന്റ് ഇടണം. അത് കഴിഞ്ഞ് 1 ഇടണം, പിന്നെ ഒരെണ്ണവും കൂടെ ഇടണം. അങ്ങനെ 3 എണ്ണം ഇടണേ. എന്നിട്ട് ഈ ലാസ്റ്റ് വന്ന് ഈ തയ്യൽ ഇറക്കണം നമ്മൾ. പിന്നെ ഇനി അടിയിലത്തെ വണ്ണം നമ്മൾ എത്രയാണെന്ന് അളന്ന് നോക്കണം. നമുക്ക് ഈ അളവ് തന്ന ബ്ലൗസിൽ എത്ര വണ്ണമെന്ന് വെച്ചാൽ അത് അളന്ന് നോക്കിയിട്ട് ഇതേ പിടിച്ച് നോക്കണം. ഞാൻ കാണിച്ചു തരാം. ഈ അടിയിൽ നിന്നാണ് നമ്മൾ വണ്ണം അളന്ന് നോക്കേണ്ടത്. ഈ അടിയിൽ നിന്ന് ഈ ഹൂക്സിന്റെ ഇങ്ങ അറ്റം വരെ നമ്മൾ അളന്ന് നോക്കണം. നമുക്ക് കിട്ടി 35. അത് നമ്മൾ ഈ 35 വണ്ണം കിട്ടി. അപ്പൊ നമുക്ക് ഈ ബ്ലൗസിന് വേണ്ട അടി വേണ്ട വണ്ണം 35 ആണ്. അപ്പൊ നമ്മൾ ഇതേലും ഈ ഹൂക്സിന്റെ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് തയ്യൽ തൊട്ട് നമ്മൾ ഇങ്ങ അറ്റം വരെ അളന്ന് നോക്കുവാണ്. നമുക്ക് 35 മതി. 35 ഉണ്ട്. അതിന്റെ ബാക്കി എണ്ണ എടുക്കണമെന്നറിയാം. നമ്മളിവിടെ തയ്ച്ചേക്കണം. അപ്പൊ അതിന്റെ ബാക്കി നമ്മളിവിടെ തയ്ക്കണം. ഈ സൈഡിലായിട്ട് തയ്ച്ചു മാറണം. ബാക്കി എത്ര വന്നോ അത്രയും നമ്മളിവിടെ ഒതുക്കി കൊടുക്കണം. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇതിന്റെ കഴുത്തിന്റെ പടികൾ
ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്ന ബ്ലൗസിന്റെ ലാസ്റ്റ് ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ നമ്മൾ റിബൺ പോലും മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ക്രോസ് കട്ടിങ്. അത് നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ഇതിന്റെ കഴുത്തെ പിടിപ്പിക്കുവാണ്. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ ഈ പടി പിടിപ്പിച്ചല്ലോ അതേണ്ടേ, ഇനി ഇത് മടക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ തയ്ക്കണേ. ഇതിങ്ങനെ മടക്കി കണ്ടോ, ഇത് ചെറുതായിട്ട് മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ കൂടെ അടിക്കണേ. ഇങ്ങനെയാണ് മടക്കി തയ്ക്കേണ്ടത്. ഇങ്ങനെയാണ്. അപ്പൊ തന്നെ ഞാൻ ഈ പടി പിടിപ്പിച്ചേ. അപ്പൊ ഈ പടി പിടിപ്പിച്ചതിന്റെ ബാക്കി ബാലൻസ് തുണി ഉണ്ടല്ലോ, ഇതേണ്ട ഈ തുണി, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അപ്പൊ ഇത്രയും പണികൾ നമ്മൾ മെഷീനിലേ കഴിഞ്ഞു. ഇനി നമുക്ക് കൈകൊണ്ടുള്ള ചെയ്യേണ്ട പണികളാണ്. അതായത് ഈ കഴുത്ത് മടക്കി തയ്ക്കണം, പിന്നെ ഈ പടി മടക്കി വെച്ചിരിക്കുന്നത് ഇത് തയ്ക്കണം, പിന്നെ ഈ പുറം ഭാഗം തയ്ക്കണം, പുറകിലത്തെ ഈ പീസ് ഇതുണ്ടല്ലോ നമ്മൾ പടി പിടിപ്പിച്ചത്, ഇത് മടക്കി അകത്തോട്ടിരിക്കുകയാണല്ലോ, ഇതിന്റെ കൈത്തയ്യൽ തയ്ക്കണം. മടക്കി വെച്ചിരിക്കുന്നത് ഇത് കൈത്തയ്യൽ തയ്ക്കണം. പിന്നെ നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ഹുക്സ് പിടിപ്പിക്കണം. 5 ഹുക്സ് ആണ് പിടിപ്പിക്കേണ്ടത്. 5 ഹുക്സിന്റെ അടയാളം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ആ മറ്റേ സൈഡിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട്, അപ്പൊ തന്നെ ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞ് നമ്മൾ ഹുക്സ് പിടിപ്പിച്ചേ. ഇവിടെ 5 ഇതിട്ടിട്ടുണ്ട്. ആ 5ന്റെ അതേ ഇത് വെച്ച് വേണം അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ഹുക്സ് പിടിപ്പിക്കാൻ. അതുകൊണ്ട് ഓരോ അടയാളം ഇവിടെ കൊടുത്തിട്ട് വേണം ഹുക്സ് പിടിപ്പിക്കാൻ. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.